ബോർഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പാർട്ട് 1 കണ്ട പോലെ നമ്മളിപ്പോൾ ഈ അലീജിയൻ്റ് എയർ എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ബെല്ലിംഗ്ഹാമിൽ നിന്നാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്, US ബെല്ലിംഗ്ഹാം. വേഗസ് എത്തി. വേഗസിൻ്റെ ഏരിയൽ വ്യൂ കണ്ടു തുടങ്ങി. ഫുള്ളി ലൈറ്റഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. കുറച്ച് കഴിയുമ്പോൾ ലാസ് വേഗസിലെ സ്ട്രിപ്പ് എന്ന് പറയുന്നതും കാണാൻ പറ്റും. വേഗസ് എത്തി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു ടച്ച് ഡൗൺ. ദൂരെ കാണുന്നതാണ് ലാസ് വേഗസ് സ്ട്രിപ്പ്. വേഗസ് എയർപോർട്ടിൽ നമ്മൾ ഡീപ്ലെയിൻ ചെയ്തു. ഇപ്പോൾ ബാഗ് പിക്ക് ചെയ്യാനായിട്ട് പോകണം. ഇവിടെ തന്നെ കസിനോസും സ്ലോട്ട് മെഷീൻസൊക്കെ വെച്ചിട്ടുണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ. എയർപോർട്ടിൽ മുഴുവൻ സ്ലോട്ട് മെഷീൻസാണ്. നമ്മളിനിയിപ്പോൾ ഒരു റെൻ്റൽ കാറ് എടുക്കാനായിട്ട് ഹേർട്സിൻ്റെ റെൻ്റൽ കാർ, അത് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഒരു ഷട്ടിലിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഷട്ടിലിൽ കയറി. അപ്പോൾ ഈ ഹേർട്സിൽ നിന്ന് കാർ റെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അതുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഏരിയയിൽ കുറേ കാറുകൾ തന്നെ ഇട്ടുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള കാർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഓടിച്ചു കൊണ്ടുപോകാം. അവർ ഒരു ഗേറ്റിൻ്റെ അവിടെ വെച്ച് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ തരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, ഒരു നിസാൻ, ഒരു ക്രോസ് ഓവർ. അവർ ഹേർട്സിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ക്ലീൻ സീലൊക്കെ ഉണ്ട്. സ്ട്രാറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കൂടെയുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെയാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ലോങ് ലൈനപ്പാണ്, കുറേ സമയം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഹോട്ടലിൽ റൂമിൽ ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടുത്തെ തന്നെ ഒരു കഫേ ഉണ്ട്, സ്ട്രാറ്റ് കഫേ എന്ന് പറഞ്ഞു.
അവിടെ വന്നിരിക്കുകയാണ്. വന്നിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. നാളെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പിന്നെ രാവിലെ ഹൂവർ ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്, അത് കാണാനായിട്ടാണ് പോണത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പുറപ്പെട്ട് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഗ്രാൻഡ് കാനിയൻ്റെ അടുത്തുള്ള ടുസായൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താനാണ് പ്ലാൻ. ഇതൊക്കെ ഈ സ്ട്രാറ്റ് ഹോട്ടലിൻ്റെ ഉള്ളിലുള്ള ഓരോ ഏരിയാസാണ്. ഇതിപ്പോൾ മുകളിലൊരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്, അവിടെ നിന്ന് താഴേക്ക് വരുന്ന എസ്കലേറ്ററാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ ഡിന്നർ കഴിച്ച കഫയാണ് ദൂരെ കാണുന്നത്. ഇതൊക്കെ ഇവിടെ കാസിനോസാണ്. ഇതേപോലത്തെ സ്ലോട്ട് മെഷീൻസിൽ കാശിട്ടിട്ട് കളിക്കാൻ പറ്റും.